ഇന്ത്യൻ പ്രവാസികൾക്ക് ഇപ്പോൾ വലിയൊരു പരിവർത്തനത്തിന്റെ കാലഘട്ടമാണ് എന്ന് നമുക്ക് പറയാം. ഡൊണാൾഡ് ട്രംപിന്റെ രണ്ടാം ഭരണകൂടം തങ്ങളുടെ അമേരിക്ക ഫസ്റ്റ് നയങ്ങളുടെ ഭാഗമായി നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന പുതിയ കുടിയേറ്റ പരിഷ്കാരങ്ങൾ അവിടെയുള്ള ദശലക്ഷക്കണക്കിന് ഇന്ത്യൻ പ്രൊഫഷണലുകളെയും വിദ്യാർത്ഥികളെയും നേരിട്ട് ബാധിച്ചു തുടങ്ങിയിരിക്കുന്നു. H1B വിസ നിയന്ത്രണങ്ങൾ മുതൽ ഗ്രീൻ കാർഡ് അപേക്ഷകളിലെ കടുത്ത നിബന്ധനകൾ വരെ നീളുന്ന ഈ മാറ്റങ്ങൾ എന്തൊക്കെയാണ്? ഈ പ്രതിസന്ധിയെ മറികടക്കാൻ US-ലുള്ള ഇന്ത്യക്കാർ എന്തൊക്കെ മുൻകരുതലുകൾ എടുക്കണം? ഗ്ലോബൽ സമയത്തിന്റെ പ്രത്യേക വിശകലന വീഡിയോ നമുക്ക് കാണാം. രണ്ടാം ട്രംപ് ഭരണകൂടം അധികാരമേറ്റതു മുതൽ ലീഗൽ ഇമിഗ്രേഷൻ അഥവാ നിയമപരമായ കുടിയേറ്റ സംവിധാനങ്ങളിൽ പോലും വലിയ രീതിയിലുള്ള പരിശോധനകളും കടുപ്പമേറിയ നിബന്ധനകളുമാണ് കൊണ്ടുവരുന്നത്. ഇന്ത്യക്കാരെ ഏറ്റവും കൂടുതൽ ബാധിക്കുന്ന 4 പ്രധാന മേഖലകളാണ് ഇനി പറയുന്നത്. 1. H1B വിസ നിയന്ത്രണങ്ങൾ. IT പ്രൊഫഷണലുകൾ ആശ്രയിക്കുന്ന H1B വിസകൾക്ക് ഇനി ഉയർന്ന വേതനമുള്ള അപേക്ഷകൾക്ക് മാത്രമായി മുൻഗണന നൽകാനാണ് പുതിയ നീക്കം. ലോട്ടറി സമ്പ്രദായത്തേക്കാൾ യോഗ്യതയ്ക്കും ശമ്പളത്തിനും പ്രാധാന്യം നൽകുന്ന രീതിയിലേക്കാണ് ഈ മാറ്റങ്ങൾ വരുന്നത്. മറ്റൊന്ന് കൺസുലർ പ്രോസസ്സിംഗ് നിബന്ധന. US സിറ്റിസൺഷിപ്പ് ആൻഡ് ഇമിഗ്രേഷൻ സർവീസസ് കൊണ്ടുവന്ന പുതിയ മാറ്റപ്രകാരം താൽക്കാലിക വിസകളിൽ US-ൽ തുടരുന്ന പല ഗ്രീൻ കാർഡ് അപേക്ഷകരും ഇനി തങ്ങളുടെ സ്വന്തം രാജ്യങ്ങളിലേക്ക് മടങ്ങിപ്പോയി അവിടെയുള്ള കോൺസുലേറ്റുകൾ വഴി അപേക്ഷ നടപടികൾ പൂർത്തിയാക്കേണ്ടി വരും. വർഷങ്ങളായി ഗ്രീൻ കാർഡ് ബാക്ക്ലോഗ് നേരിടുന്ന ഇന്ത്യക്കാർക്ക് ഇത് വലിയൊരു വെല്ലുവിളിയാണ്. മറ്റൊന്ന് വിദ്യാർത്ഥികളും OPT-യും. ഇന്ത്യൻ വിദ്യാർത്ഥികളുടെ പ്രധാന ആകർഷണമായ ഓപ്ഷണൽ പ്രാക്ടിക്കൽ ട്രെയിനിങ് കാലാവധി ചുരുക്കാനും സ്പോൺസർഷിപ്പ് നിയമങ്ങൾ കടുപ്പിക്കാനും ഭരണകൂടം ആലോചിക്കുന്നുണ്ട്. അഡ്വാൻസ് വെറ്റിംഗ് 2026-ൽ പുറത്തിറങ്ങിയ പുതിയ UCIS നിർദ്ദേശപ്രകാരം ബാക്ക്ഗ്രൗണ്ട് ചെക്കുകളും സെക്യൂരിറ്റി പരിശോധനകളും കൂടുതൽ കർശനമാക്കിയിട്ടുണ്ട്. ഇത് വിസ അപ്രൂവലുകൾ വൈകാൻ കാരണമാകുന്നു. ട്രംപിന്റെ ആദ്യ ഭരണകാലത്ത് H1B വിസ നിരസിക്കുന്ന നിരക്ക് കുത്തിനെ ഉയർന്നിരുന്നു. എന്നാൽ അന്ന് കോടതികളുടെ ഇടപെടലുകൾ വഴി പല നയങ്ങളും ഭാഗികമായി തടയപ്പെട്ടു. എന്നാൽ ഇത്തവണ കൂടുതൽ ആസൂത്രിതമായാണ് ഭരണകൂടം നീങ്ങുന്നത്. എക്സിക്യൂട്ടീവ് ഓർഡറുകൾ വഴി നേരിട്ട് ഇമിഗ്രേഷൻ ഏജൻസികൾക്ക് കർശന നിർദ്ദേശങ്ങൾ നൽകുകയാണ് വൈറ്റ് ഹൗസ് ചെയ്യുന്നത്. നിയമവിരുദ്ധ കുടിയേറ്റം തടയുന്നതിനൊപ്പം തന്നെ രാജ്യത്തിനകത്തെ തൊഴിലവസരങ്ങൾ അമേരിക്കക്കാർക്ക് ഉറപ്പാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഈ മാറ്റങ്ങൾ കടുപ്പമേറിയതാണെങ്കിലും പതരാതെ കൃത്യമായ പ്ലാനിങ്ങിലൂടെ US-ലെ ഇന്ത്യൻ സമൂഹത്തിന് ഈ പ്രതിസന്ധിയെ മറികടക്കാൻ സാധിക്കും. അതിനായി വിദഗ്ധർ നിർദ്ദേശിക്കുന്ന വഴികളാണ് ഇനി ഞാൻ പറയാൻ പോകുന്നത്. ഒന്നാമത്തത് ലീഗൽ മെയിൻ്റനൻസ്. നിങ്ങളുടെ വിസ സ്റ്റാറ്റസ് എപ്പോഴും വാലിഡ് ആയിരിക്കാൻ ശ്രദ്ധിക്കണം. പേപ്പർ വർക്കുകളിലോ നികുതി റിട്ടേണുകളിലോ യാതൊരുവിധ വീഴ്ചകളും വരുത്തരുത്. പുതിയ എൻഹാൻസ്ഡ് വെറ്റിംഗ് ഉള്ളതിനാൽ ചെറിയ തെറ്റുകൾ പോലും വിസ റദ്ദാക്കലിന് കാരണമായേക്കാം. മറ്റൊന്ന് വിസ കാറ്റഗറി മാറ്റങ്ങൾ ആലോചിക്കുക. H1B വിസയിലെ അനിശ്ചിതത്വം ഒഴിവാക്കാൻ കഴിവുള്ള പ്രൊഫഷണലുകൾക്ക് O1 വിസകളിലേക്കോ കമ്പനികളിലെ ട്രാൻസ്ഫറുകൾക്ക് ഉപയോഗിക്കുന്ന L1 വിസകളിലേക്കോ മാറാൻ സാധിക്കുമോ എന്ന് പരിശോധിക്കാം. മറ്റൊന്ന് തൊഴിൽ നൈപുണ്യം വർദ്ധിപ്പിക്കുക. പുതിയ നയങ്ങൾ ഉയർന്ന ശമ്പളമുള്ള തസ്തികൾക്ക് മുൻഗണന നൽകുന്നതിനാൽ ഡാറ്റ സയൻസ്, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, സൈബർ സെക്യൂരിറ്റി തുടങ്ങിയ അത്യാധുനിക മേഖലകളിൽ നിങ്ങളുടെ യോഗ്യതയും സ്ഥാനവും ഉറപ്പുവരുത്തുക. കമ്പനികളുമായുള്ള ചർച്ചകൾ. ഗ്രീൻ കാർഡ് പ്രോസസ്സിങ്ങിനായി കൺസുലർ പ്രോസസ്സിംഗ് ആവശ്യമായി വന്നാൽ കമ്പനിയുടെ ഭാഗത്തു നിന്നുള്ള പൂർണ്ണ പിന്തുണ ഉറപ്പാക്കാൻ HR വിഭാഗവുമായി നേരത്തെ തന്നെ സംസാരിക്കുക. ഒരു ഇമിഗ്രേഷൻ അറ്റോർണിയുടെ സഹായം നിങ്ങൾ തേടണം. നിയമങ്ങൾ ദിവസേനയൊന്നോണം മാറിക്കൊണ്ടിരിക്കുന്നതിനാൽ വ്യക്തിഗതമായ വിസ കാര്യങ്ങൾക്ക് ഒരു മികച്ച US ഇമിഗ്രേഷൻ വക്കീലിന്റെ ഉപദേശം തേടുന്നത് അനാവശ്യമായ ഭയവും അബദ്ധങ്ങളും ഒഴിവാക്കാൻ സഹായിക്കും. അമേരിക്കയുടെ സമ്പദ് വ്യവസ്ഥയിലും സാങ്കേതിക വളർച്ചയിലും നിർണായക പങ്ക് വഹിക്കുന്നവരാണ് ഇന്ത്യക്കാർ. അതുകൊണ്ട് തന്നെ മിടുക്കരായ പ്രൊഫഷണലുകളെ അമേരിക്കയ്ക്ക് പൂർണ്ണമായി ഒഴിവാക്കാൻ സാധിക്കില്ല. നിയമങ്ങളെ ഭയപ്പെടുന്നതിന് പകരം പുതിയ മാറ്റങ്ങളെ കൃത്യമായി മനസ്സിലാക്കി നിയമപരമായി നീങ്ങുകയാണ് പ്രവാസികൾ ചെയ്യേണ്ടത്. പുതിയ US ഇമിഗ്രേഷൻ വാർത്തകളുടെ കൃത്യമായ അപ്ഡേറ്റുകൾക്കായി ഗ്ലോബൽ സമയം സബ്സ്ക്രൈബ് ചെയ്യുക.